ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. സൂര്യയുടെ ഏറ്റവും നാളായി നമ്മൾ കാത്തിരുന്ന ചിത്രമാണ് കങ്കുവ. കങ്കുവയുടെ തുടക്കം അത്ര ശുഭകരമല്ല. പക്ഷേ കളക്ഷൻ കാര്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യ ദിനത്തെ കളക്ഷൻ നോക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 7-8 കോടിയിലേക്ക് എത്തും എന്നുള്ളത്. പക്ഷേ സിനിമയ്ക്ക് ഇതുവരെ ലഭ്യമായിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻസ് അനുസരിച്ചിട്ട് 2.5 കോടിക്ക് മുകളിലാണ്. അതായത് 4 കോടിക്ക് മുകളിലാണ് സിനിമയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷേ ഫാൻ ഷോസ് കൂടി ചേർക്കുമ്പോൾ 5 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് നാളേക്ക് പ്രതീക്ഷിക്കുകയാണ്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ഒരു ഇടിവ് തന്നെയാണ്. മോർണിംഗ് 4 മണിക്കൊക്കെ വെച്ചപ്പോൾ ഉണ്ടായ ആ ഒരു റിവ്യൂ തന്നെയാണ് സിനിമയെ വലിയ രീതിയിൽ താഴേക്ക് വലിച്ചത്. എല്ലായിടത്തും ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നത്. പ്രത്യേകിച്ച് മിക്ക സ്ഥലങ്ങളിലും ആളുകൾ തൃപ്തിപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 5 കോടിക്കും 10 കോടിക്കും ഇടയിലായിരിക്കും സിനിമയുടെ അവിടുത്തെ മൊത്തം കളക്ഷൻ. നോർത്ത് സൈഡിൽ നിന്ന് 2 കോടിക്ക് ബിലോ ആണ് സിനിമയുടെ കളക്ഷനായിട്ട് വരുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് 50 കോടിയാണെങ്കിൽ അതിലേക്ക് എത്തുമോ എന്നുള്ളൊരു സംശയമാണ്. സിനിമ ഒരുപക്ഷെ 35-45 കോടിക്ക് ഇടയിലായിരിക്കാം വരാൻ പോകുന്നത്. എന്ന് വെച്ച് അതൊരു മോശം കളക്ഷനല്ല. 300 കോടി ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അതാണ് നമുക്ക് ഒരു വില്ലനായി നിൽക്കുന്ന സിനിമയുടെ ബഡ്ജറ്റ് തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും സിനിമ നല്ല ലെവലിൽ കളക്ട് ചെയ്യും. അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ തകൃതിയായിട്ട് അല്ലാതെ നല്ല ലെവലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ സിനിമ 100 കോടിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമൻസ് ഒന്ന് രേഖപ്പെടുത്താം. ഒരുപാട് പേരുടെയും കണ്ടിരിക്കുന്നത് വളരെ മോശം റിവ്യൂസ് തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.